അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. തൗഹീദുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചർച്ച വരുന്ന ഇത്തരം ചില സാങ്കേതിക ശബ്ദങ്ങൾ, എന്താണ് അതിൻ്റെ പശ്ചാത്തലം, എന്തിനാണ് അത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഒരു വൈജ്ഞാനിക തലമാണ് ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. തൗഹീദുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമ്മുടെ മുൻഗാമികൾ 5 വാചകങ്ങളാണ് ഇത്തരത്തിൽ ഉപയോഗിച്ചതായി നമ്മൾ കാണുക. ഒന്ന്, സാധാരണം അസാധാരണം, സാധാരണ മാർഗം അസാധാരണ മാർഗം എന്നൊക്കെ ഉപയോഗിച്ച് കാണാം ധാരാളം നമ്മുടെ മലയാള പുസ്തകങ്ങളിൽ. മറ്റൊന്ന് ദൃശ്യം അദൃശ്യം, ദൃശ്യമാർഗം അദൃശ്യമാർഗം, ഭൗതികം അഭൗതികം, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം. ഈ 5 പദങ്ങളാണ് ഏറ്റവും പ്രധാനമായി കെ എം മൗലവി റഹിമഹുല്ലാഹ് മുതൽ വക്കം മൗലവി മുതൽ ഇങ്ങോട്ട് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പൂർവ്വകാല നേതാക്കന്മാർ മുഴുവനും ആധുനികരും ഇന്നുള്ളവരുമൊക്കെ ഉപയോഗിച്ചു പോരുന്ന പ്രധാനപ്പെട്ട 5 പദങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. എന്തിനാണ് ഇത്തരം പദങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദ് പറഞ്ഞാൽ പോരെ, അല്ലാഹു മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ പോരെ, ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുവെങ്കിൽ ആ ആവശ്യം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരായ ആളുകളും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്ന ഒരു പൊതുവായ കാര്യമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് സമസ്തക്കാരും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നു. ചെയ്തി തിരിച്ചാണെങ്കിലും, ചെയ്തികളും അവരുടെ നിലപാടുമൊക്കെ തിരിച്ചാണെങ്കിലും പറയുമ്പോൾ അവർ പറയും ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹായി ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിനാണ്, ആരാധന മുഴുവൻ അള്ളാഹുവിനാണ്, പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനാണ് എന്ന് അവരും പ്രത്യക്ഷത്തിൽ സമ്മതിക്കാറുണ്ട്. ഇനി അഥവാ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം എന്ന് സമസ്തക്കാർ നേർക്കുനേരെ പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പം നമ്മളും അവൻ തമ്മിലുള്ള ചർച്ചയുടെ റൂട്ട് തീർച്ചയായും മറ്റൊന്നാകുമായിരുന്നു. അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം എന്നായിരുന്നു അവരുടെ വാദമെങ്കിൽ നമുക്കവിടെ തെളിയിക്കേണ്ടത് പിന്നെ എന്താണ്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് തെളിയിക്കേണ്ടത്. സമസ്തക്കാർ അഥവാ പറയുന്നുവെങ്കിൽ എന്ത്, അള്ളാഹിനെ മാത്രമല്ല അല്ലാത്തവരെയും ആരാധിക്കാം, ഇബാദത്ത് ചെയ്യാം എന്ന് സമസ്തക്കാർ പറയുന്നുവെങ്കിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം മക്കത്തെ മുശ്രിക്കീങ്ങൾ നബിയോട് പറഞ്ഞ വാചകം അതാണ്, മഹാന്മാരെയും ആരാധിക്കാം, ലാത്തയെയും ആരാധിക്കാം, ഉസ്സയെയും ആരാധിക്കാം, അള്ളാഹ് മാത്രമൊന്നുമല്ല ഇലാഹ് എന്നാണ് അവരെ വാദം. അവിടെയാണ് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് തന്നെ നബി തങ്ങൾ അവരെ പഠിപ്പിക്കാൻ സമയം കണ്ടെത്തിയത്. പക്ഷെ സമസ്തക്കാരുടെ വാദം അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഞങ്ങളും സമ്മതിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അതല്ല ഇനി നമ്മളും അവൻ തമ്മിൽ തെളിയിക്കേണ്ടുന്ന ഭാഗം. അതുപോലെ തന്നെ ആരോടും പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മാത്രമൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നായിരുന്നു വാദമെങ്കിൽ അവിടെ നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ഇന്ന് കാണുന്ന ഈ രൂപത്തിലല്ല. അപ്പം തെളിയിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നായിരുന്നു അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടി വരിക. പക്ഷേ സമസ്തക്കാരായ ആളുകൾ പറയും, ഞങ്ങൾ ആരാ പ്രാർത്ഥിക്കുന്നത് മൊഹീദ്ദീൻ ശൈഖിനോട്, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോട് തന്നെയാണ്, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് സമസ്തക്കാർ പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? സ്വാഭാവികമായി അവർ ചെയ്യുന്നത് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവെന്ന് പറയുകയും അല്ലാത്തോടും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രവൃത്തിപഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്ന ന്യായം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ സഹായം തേടുന്നേ ഉള്ളൂ എന്നാണ്. ഞങ്ങളാരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മഹാന്മാരോട് സഹായം തേടുന്നു, അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന
വിശ്വാസത്തിൽ ഞങ്ങളവിടെ സഹായം ചോദിക്കുന്നേയുള്ളൂ, അത് പ്രാർത്ഥനയല്ല, നിങ്ങളതിന് പ്രാർത്ഥന എന്ന് പേരിട്ടതാണ് എന്നാണ് സമസ്തക്കാർ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എപ്പോഴാണ് ആരാധനയാവുക, എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന എന്നതായി ചർച്ചയുടെ മർമ്മം. ആരാധിക്കാൻ പറ്റോ ഇല്ലേ, ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം അവരും സമ്മതിക്കുന്നു, നമ്മളും പറയുന്നു ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. അവരും പറയുന്നു, നമ്മളും പറയുന്നു പ്രാർത്ഥന അല്ലാഹ്ക്ക് മാത്രം. പക്ഷെ ഇന്ന് ചില മുസ്ലിംമാരൊക്കെ മാറിട്ടോ, ഇന്ന് അവർ പ്രാർത്ഥിക്കാമെന്ന് തന്നെ നേരെ പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ചർച്ചയുടെ മർമ്മം ഇതായി മാറി. എന്താണ് ഇബാദത്ത്, എപ്പോഴാണ് ഇബാദത്ത് ആവുക, ഒരു കാര്യം എപ്പോഴാണ് ആരാധനയാവുക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക. നിങ്ങളെ ചെയ്യുന്ന സഹായാത്ര എന്ന് പേരിട്ട് വിളിച്ച, ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ട ആ വിളി, അത് ദുആ തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്, അത് ഇബാദത്ത് തന്നെയാണ്. നിങ്ങളുടെ വണക്കങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ ഭയവും നിങ്ങളുടെ നേർച്ചയും നിങ്ങൾ മഹാന്മാർക്ക് അർപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയും അത് അവർക്കുള്ള ഇബാദത്ത് തന്നെയാണ്, ആരാധന തന്നെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായി മാറി നമ്മുടെ ബാധ്യത. അതുകൊണ്ട് ചർച്ചയുടെ മർമ്മം അതിലേക്കെത്തി. അതല്ലാതെ ഈ വാചകങ്ങളൊന്നും മുൻഗാമികൾ വെറുതെ എടുത്ത് ഉപയോഗിച്ചതല്ല. ഇന്ന് മുസ്ലിയാക്കന്മാർ ആ പഴയ വാദം സ്ഥാപിക്കാൻ അവർ ഇപ്പോഴും കടന്ന് ശ്രമിക്കലുണ്ട്. ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല എന്നത് പേരോട് മുസ്ലിയുടെ ഒരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കല. ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനോട് ചോദിക്കുന്നതിന്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്. അപ്പൊ ഇതാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അത് ഞങ്ങളുടെ സഹായ തേട്ടത്തെ പ്രാർത്ഥനയാക്കി മാറ്റാൻ, ശിർക്കല്ലാത്ത തേട്ടത്തെ ശിർക്കാക്കി മാറ്റാൻ, ഞങ്ങളെ മുസ്ലിക്കാക്കി മാറ്റാൻ മുജാഹിദീങ്ങൾ കണ്ടെത്തിയ വഴിയാണ് ഇതിനൊക്കെ പ്രാർത്ഥന എന്ന് പേരിടുക. ഇതാണ് മുസ്ലിയാക്കന്മാർ പണ്ടേ പറഞ്ഞു പോരുന്നത്. പിന്നീടാണ് ചില മാറ്റങ്ങളൊക്കെ വന്ന് എന്ന് പറഞ്ഞാൽ അലങ്കാരം, അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോട് ആവശ്യപ്പെടുക, ഒരു കാര്യം അലങ്കാരത്തോട് ആവശ്യപ്പെട്ടാൽ എങ്ങനെ ശിർക്കാകുമോ എന്നൊക്കെ കാന്തപുരം മുസ്ലിയാരൊക്കെ പിന്നെ കണ്ടുപിടിച്ചത് അതിനിടക്കാലത്തായിരുന്നു. ആവട്ടെ, അതല്ല നമ്മുടെ വിഷയം. എന്താണെങ്കിലും ചർച്ചയുടെ മർമ്മം ഇതായി മാറി എന്നാണ് സൂചിപ്പിച്ചത്. പിന്നെ സമസ്തക്കാർ കണ്ടെത്തിയ ന്യായം എന്താ? അപ്പൊ ഞങ്ങളുടെ സഹായാർത്ഥന മാത്രമാണ്, പ്രാർത്ഥനയല്ല, ഇബാദത്തല്ല എന്ന് പറയാൻ അവർ കണ്ടെത്തിയ മാർഗം, ആരോട് തേടിയാലും എങ്ങനെ തേടിയാലും ശരി, എന്തു തേടിയാലും അതൊന്നും പ്രാർത്ഥനയാവുക ഇല്ല. പ്രാർത്ഥന ആകണമെങ്കിൽ അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം എന്നാണ്. പ്രാർത്ഥനയാകണമെങ്കിൽ ആ വ്യക്തിക്ക്, ആ സൃഷ്ടിക്ക് സ്വയം കഴിവുണ്ട്, അത് ഇലാഹാണ്, അത് ഖാലിഖാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് തേടിയെങ്കിൽ മാത്രമേ ഒരു തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ. ആ വിശ്വാസമില്ലെങ്കിലോ ഏത് സൃഷ്ടിയോട് എന്തു തേടിയാലും എങ്ങനെ തേടിയാലും ഏതു ഭാഷ വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിച്ചാലും അതൊന്നും ശിർക്കാകുന്ന പ്രശ്നമില്ല, ദുആ ആകുന്ന പ്രശ്നമില്ല, പ്രാർത്ഥനയാകുന്ന പ്രശ്നമില്ല എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആ വാദം ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. അത് ശരിയല്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലേ ഒരു തേട്ടം ഇബാദത്തായി മാറുകയുള്ളൂ എന്ന വാദം അത് ശരിയല്ല. കാരണം പ്രമാണങ്ങൾ എന്തിനെയെല്ലാം കുറിച്ച് എവിടെയെല്ലാം ഇബാദത്ത് എന്നും അതേപോലെ ദുആ എന്നും ശിർക്ക് എന്നും ഒക്കെ പരിചയപ്പെടുത്തിയോ അവിടെയൊന്നും സ്വയം കഴിവ് വകവെച്ചു കൊടുത്തപ്പോൾ മാത്രമല്ല പ്രമാണങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തിയത്. ഉദാഹരണമായി ഹദീസിൽ വന്ന ചില പദപ്രയോഗങ്ങൾ കാണാം. സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. മൻ ഹലഫ ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത പേരിൽ വല്ലവൻ സത്യം ചെയ്താൽ ഫഖദ് അശ്റക, തീർച്ചയായും ശിർക്ക് ചെയ്തിരിക്കുന്നു. സത്യം ചെയ്യപ്പെടുന്ന ആൾക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്നല്ലല്ലോ, ആ വിശ്വാസത്തിലല്ലല്ലോ സത്യം ചെയ്യാനുള്ളത്. എന്നിട്ട് പോലും സത്യം ചെയ്താൽ ശിർക്ക് ചെയ്തുവെന്ന് നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു. ഇന്നറുഖ വത്തമാഇമ വത്തിബലത ശിർക്കുൻ, ഉറുക്കുകൾ, ഏലസുകൾ, മന്ത്രങ്ങൾ അവയെല്ലാം ശിർക്കാകുന്നു എന്ന ആ പ്രയോഗവും തന്നെ സമാനമായവയാണ്. അവിടെയും
ഒരു ഏലസിന് സ്വയം കഴിവുണ്ട്, ഒരു ഏലസ് ഇലാഹാണ് എന്നാലും വിശ്വസിക്കുമോ? ഇല്ല. എന്നിട്ട് പോലും ഏലസ് കെട്ടിയ ശിർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. ഖാലിഖാണ് ഇലാഹാണ് എന്ന് വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. വമൻ സഹറ ഫഖദ് അശ്റക. മറ്റൊരു ഹദീസിൽ കാണാം, വല്ലവനും സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. കാരണം സിഹർ ചെയ്യുമ്പോൾ ശിർക്കാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെയും തന്നെ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല ശിർക്ക് വരാൻ എന്നർത്ഥം. പ്രസിദ്ധമായ സംഭവമാണ് ദാത്തു അൻവാത്തിന്റെ ഹദീസ് എന്നറിയപ്പെടുന്ന ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ആ സംഭവം. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സ്വഹാബിമാർ നബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ മുശ്രിക്കീങ്ങളുടെ ഒരു മരം അവർ കാണുകയാണ്. വാള തൂക്കാൻ വേണ്ടി, ബറക്കത്തെടുക്കാൻ വേണ്ടിയൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു പുണ്യവൃക്ഷമായി മുശ്രിക്കീങ്ങൾ കണക്കാക്കുന്ന മരത്തിനരികെ കടന്നു പോവുകയാണ്. സ്വഹാബിമാർ പറയുന്നത്, ഹത്താ ഇദാ മറർനാ ബിശജറ യുഖാലു ലഹാ ദാത്തു അൻവാത്ത്. ദാത്തു അൻവാത്ത് എന്ന് പേരുള്ള ഒരു മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി നബിയോടൊപ്പം. ഞങ്ങളൊക്കെ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. കുഫ്ർ ഒഴിവാക്കി ഇസ്ലാം സ്വീകരിച്ച് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വിശദാംശങ്ങൾ, തൗഹീദിന്റെ വിശദാംശങ്ങളൊന്നും പഠിക്കാൻ സാഹചര്യമായിട്ടില്ല. ആ കാലത്താണ് ഞങ്ങൾ നബിയുടെ കൂടെ അന്നാ പോകുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ഈ മരം കണ്ടു. ആ മരത്തിൽ അരികെ കടന്നു പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ വാക്ക് നബിയോട്, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. പ്രവാചകരെ, അവർക്കെല്ലാം ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്ക് മുഴുവൻ ദാത്തു അൻവാത്ത് നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്നാണ്. അവർക്കെല്ലാം മരമുണ്ടല്ലോ വാള തൂക്കിയിടാൻ, ബറക്കത്തെടുക്കാൻ, പ്രത്യേക സിദ്ധി ലഭിക്കാനായി ഒരു മരത്തിന് വാള തൂക്കിയിട്ടിട്ടാണ് അവർ വാളുമായി പോകുന്നത്. എങ്കിൽ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. സ്വയം കഴിവുള്ള മരമല്ല, ഇലാഹായ മരമല്ല, നബിതങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു മരം നിശ്ചയിച്ചു കൊടുക്കുക. ഇതാ ഈ മരത്തിന് വാള തൂക്കിക്കോ എന്ന് നബിയെ നിങ്ങളൊന്ന് നിശ്ചയിച്ചു തരണം. എന്താ നബിയുടെ പ്രതികരണം? ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. അഥവാ സമസ്തക്കാർ പറഞ്ഞ വാദമാണ് ശരിയെങ്കിൽ നബിതങ്ങൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സ്വയം കഴിവുള്ള മരം ഒരു സ്വഹാബിയും ചോദിക്കില്ല. എന്നിട്ട് പോലും ഇനി ഇലാഹിനെ വേണമെന്ന് ചോദിക്കലാണ് എന്നാണ് നബിതങ്ങൾ പ്രതികരിച്ചത്. മറ്റു ഹദീസിൽ കാണാം, പ്രവാചകൻ വന്നൊരാൾ പറയുന്നു, മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും അല്ലാഹും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക. അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ. അവിടെ നബിയുടെ പ്രതികരണം എന്താ? അജഅൽതനി ലില്ലാഹി നിദ്ദ. അജഅൽതനി ലില്ലാഹി നിദ്ദ. നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കുകയാണോ എന്നാണ്. അവിടെ നബിക്ക് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ല. അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തിലാണ് ആ മശീഅത്ത് ചാർത്തി കൊടുത്തത്. എന്നിട്ട് പോലും നിദ്, ശരീക്ക്, നദീർ, മസീല് എന്നൊക്കെ അർത്ഥമുള്ള ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ എന്ന് പറഞ്ഞ അൻദാദ്, അതിന് ഏകവചനമാണ് നിദ്. അജഅൽതനി ലില്ലാഹി നിദ്ദ. നീ എന്നെ അല്ലാഹുവിന് നിദ്ദാക്കുകയാണോ എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. എത്രയെത്ര ഹദീസുകൾ സഹോദരങ്ങളെ സമാനമായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഇതെല്ലാം ഒന്നിച്ചു പ്രയോഗിച്ച പ്രയോഗം കാണാം. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം. അവർ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ഇവിടെയൊന്നും സ്വയം കഴിവ് എന്ന ഒരു ഉപാധി അല്ലാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സ്വയം കഴിവ് വിശ്വസിച്ചില്ലെങ്കിലും, അങ്ങനെ ഒന്ന് വകവെച്ച് കൊടുത്തില്ല എങ്കിലും, റഹ്മാനായ റബ്ബിന് നൽകേണ്ടത് പടപ്പുകൾക്ക് നൽകിയാൽ അതിൻ്റെ പേരാണ് ശിർക്ക് എന്ന് ഈ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലം ശിർക്കാകാൻ ആ സൃഷ്ടിക്ക്, ആ വ്യക്തിക്ക്, ആ മനുഷ്യന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി. ഇനി അഥവാ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലോ അതും ശിർക്ക് തന്നെയാണ്, സംശയമേതുമില്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ അതും ശിർക്ക് തന്നെ. പക്ഷേ സ്വയം കഴിവുണ്ട് വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു കാര്യം ശിർക്കാവാൻ എന്നർത്ഥം. എങ്കിൽ പിന്നെ എപ്പോഴാണ് ശിർക്കാവുക? എന്താണ് മാനദണ്ഡം? ഒരു നേട്ടം പ്രാർത്ഥനയാവാൻ, ഒരു വണക്കം ആരാധനയാവാൻ, ഒരു ഭയം അല്ലെങ്കിൽ പ്രതീക്ഷ ഇബാദത്തായി മാറാൻ എന്താണ് മാനദണ്ഡം?
സമസ്തക്കാര് പറഞ്ഞു സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ ആരാധനയായി മാറുകയുള്ളൂ. അത് ആവശ്യമില്ല, അങ്ങനെ വേണ്ട, ആ മാനദണ്ഡമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ പിന്നെ എന്താണ് മാനദണ്ഡം? എപ്പോഴാണ് ആരാധനയായി മാറുക, എപ്പോഴാണ് ശിർക്കായി മാറുക, എപ്പോഴാണ് പ്രാർത്ഥന എന്ന് പറയുക എന്ന് തീർച്ചയായും ഇവിടെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അത് വ്യക്തമാക്കാൻ, അത് വിശദീകരിക്കാൻ ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഓരോ കാലത്ത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന വ്യത്യസ്തമായ പദങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഉപയോഗിച്ചു പോന്നു. അതിൽപ്പെട്ട ഒരു പദപ്രയോഗമാണ് മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. തഫ്സീറുകളിൽ, അതേപോലെ ഹദീസിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, അഖീദ ഗ്രന്ഥങ്ങളിൽ എല്ലാം നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോന്ന ഒരു പദപ്രയോഗമാണ് മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ, അല്ലാഹുവിന് മാത്രം കഴിയുന്ന, ഒരു സൃഷ്ടിക്കും ചെയ്യാൻ കഴിയാത്ത, ഒരു പടപ്പിനും ചെയ്യാൻ കഴിയാത്ത, അള്ളാഹു അങ്ങനെ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്കല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. മറ്റൊരു പ്രയോഗമാണ് അൽ അസ്ബാബുൽ മുഅ്താദ. അൽ അസ്ബാബുൽ മുഅ്താദ, ചില പണ്ഡിതന്മാർ അൽ അസ്ബാബുൽ മഅറൂഫത്തുൽ മുഅ്താദ എന്നൊക്കെ പ്രയോഗിച്ച് കാണാൻ കഴിയും. കാര്യകാരണ ബന്ധങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾ. അസ്സബബുൽ മുസബ്ബബാത്ത് ഇതിന് മറ്റൊരു പദപ്രയോഗമാണ്. അസ്സബബു വൽ മുസബ്ബബാത്ത്, കാര്യകാരണ ബന്ധങ്ങൾ എന്ന പദപ്രയോഗങ്ങൾ. അതേപോലെ അസ്ബാബുൻ ഖഫിയ്യ, അസ്ബാബുൻ ഖഫിയ്യ, ഗോപ്യമായ ചില സബബുകൾ, ഗോപ്യമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുക എന്ന പ്രയോഗം പ്രയോഗിച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലായി പണ്ഡിതന്മാർ ഉപയോഗിച്ചു പോന്നിട്ടുണ്ട്. തഫ്സീർ റാസിയിൽ 100ഓളം സ്ഥലത്ത് ആവർത്തിച്ചു വന്ന പ്രയോഗമാണ് മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന ആ പദപ്രയോഗം. 100ഓളം സ്ഥലത്ത് അദ്ദേഹം ആവർത്തിച്ചു കൊടുക്കുന്നു. പല വിഷയങ്ങളും പറയുമ്പോൾ, മുഅ്ജിസത്ത് പറയുമ്പോൾ, കറാമത്ത് പറയുമ്പോൾ, സിഹ്ർ പറയുമ്പോൾ, പൈശാചികമായ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ, ജിന്നുകളുടെ പ്രവർത്തന മേഖല പറയുമ്പോൾ, അവിടെയൊക്കെ ആവർത്തിച്ച് പ്രയോഗിച്ച പദപ്രയോഗമാണ് മാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്കല്ലാതെ കഴിയാത്ത കാര്യം എന്നുള്ളത്. അതേപോലെ അള്ളാഹുവിന്റെ സഹായവും മനുഷ്യന്മാരുടെ സഹായവും വേർതിരിച്ച് പറയുന്നിടത്തും സൂറത്ത് അംഫാലിൽ റാസി റഹിമഹുല്ലാ ഇതേ പ്രയോഗം, ഈ അസ്ബാബുമായി ബന്ധപ്പെട്ട പ്രയോഗം പ്രയോഗിച്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അല്ലാഹു തആല അവന്റെ സഹായം കൊണ്ട് നബിയെ താങ്കളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. അല്ലാഹു തആല അവന്റെ സഹായം കൊണ്ട് നബിയെ നിങ്ങളെ ശക്തിപ്പെടുത്തി, മുഅ്മിനീങ്ങളെ കൊണ്ടും ശക്തിപ്പെടുത്തി. അപ്പൊ അല്ലാഹ് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങളെ കൊണ്ടും ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്താണ് ഈ വ്യത്യാസം? എന്താണ് രണ്ട് ശക്തിപ്പെടുത്തൽ വ്യത്യാസം? റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു, രണ്ട് രൂപത്തിലാണ് ശക്തിപ്പെടുത്തൽ. അത്ഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തിപ്പെടുത്തൽ റബ്ബിൽ നിന്ന് മാത്രമാണ്. പക്ഷേ ലാകിന്നഹു ലാ ഖിസ്മൈൻ, രണ്ട് രീതിയിലാണ്, രണ്ട് രൂപത്തിലാണ്. ഒന്ന് അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ, പതിവുള്ള അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന അല്ലാതെ ലഭിക്കുന്നത്. അതാണ് അയ്യദക ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അസ്ബാബില്ല, മുഅ്താദായ സാധാരണയായ കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ല, അതില്ലാതെ ലഭിക്കുന്ന സഹായം, അതാണ് ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം. വബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ ഇനമാണ് മാ യഹ്സുലു ബിവാസിതതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദത്തിൻ, അറിയപ്പെട്ട സാധാരണയായ കാര്യകാരണ ബന്ധങ്ങൾ മുഖേന റബ്ബ് നൽകുന്ന സഹായം. അതാണ് ഹുവൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞ ഉദ്ദേശം കാര്യകാരണ ബന്ധങ്ങൾ മുഖേനയുള്ള സഹായമാണ്. അല്ലാഹ് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞ ഉദ്ദേശം കാര്യകാരണ ബന്ധങ്ങൾ ഇല്ലാത്ത സഹായമാണ്. റഹ്മാനായ റബ്ബിന്റെ സഹായം അസ്ബാബുകളില്ലാതെ, കാര്യകാരണങ്ങളൊന്നും ആവശ്യമില്ലാതെ, അത്തരം ഒരു വ്യവസ്ഥകളുമില്ലാതെ റബ്ബ് നേരെ സഹായിക്കുന്നു. എന്നാൽ അല്ലാഹ് നിശ്ചയിച്ച അസ്ബാബുകൾ മുഖേന, വ്യവസ്ഥകൾ മുഖേനയും അല്ലാഹു തആല നമുക്ക് സഹായങ്ങൾ നൽകുന്നു. അതാണ് വബിൽ മുഅ്മിനീൻ എന്നല്ല പറഞ്ഞത് എന്ന് സൂറത്ത് അംഫാലിലെ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതേപോലെ അർബഉൻ നബവിയ്യ എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ വിശദീകരണത്തിൽ ഇമാം നബവി തന്നെ ഇതേ പ്രയോഗം പ്രയോഗിച്ചത് കാണാൻ കഴിയും.
അവിടെ ഇദാ സഅൽത ഫസ്അലില്ലാ വലസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസ് വിശദീകരിക്കുമ്പോൾ അവിടെയാണ് ആ വ്യത്യാസം അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അതുപോലെ ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അൽ-ഉസൂലു സലാസയുടെ ശറഹിൽ അദ്ദേഹം പ്രയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖഫിയായ, ഗോപ്യമായ ചില ഇടപെടലുകൾ എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ അദ്ദേഹം നൽകിയ പ്രയോഗം അതാണ് അൽ ഇസ്തിആനതു ബിൽ അംവാതി മുത്ലഖ. ഒന്ന് മരിച്ചവരുള്ള എല്ലാത്തരം സഹായാർത്ഥനകളും, അതേ ബിൽ അഹ്യാഇ ജീവിച്ചിരിക്കാനുള്ളതോ അലാ അംരിൻ ഗായിബിൻ ലാ യഖ്ദിറൂന അലാ മുബാശറതിഹി, അവർക്ക് നേരെ ചെയ്യാൻ കഴിയാത്ത ഗായിബായൊരു കാര്യം, അദൃശ്യമായൊരു കാര്യം, ആ കാര്യത്തിന് ജീവിച്ചിരിപ്പുള്ള ആളോട് ചോദിച്ചാലും ശരി ഫഹാദാ ശിർക്കുൻ, അത് ശിർക്കാണ്. കാരണം അന്നഹു ലാ യഖഉ ഇല്ലാ മിൻ ശഖ്സിൻ യഅ്തഖിദു അന്ന ലിഹാഉലാഇ തസറുഫൻ ഖഫിയൻ ഫിൽ കൗനി. തസറുഫൻ ഖഫിയൻ, ഖഫിയായ, ഗോപ്യമായ, അദൃശ്യമായ എന്തോ തസറുഫ് അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാലേ അവരോട് അത്തരം കാര്യം ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതും ശിർക്കാകുന്നു. തസറുഫുൻ ഖഫി എന്നാണ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അവിടെ പ്രയോഗിച്ച പ്രയോഗം. ഇതൊക്കെ മുൻഗാമികളും പിൽക്കാലക്കാരുമായവർ ഉപയോഗിച്ചു പോകുന്ന ലോകാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണെങ്കിൽ സമാനമായ പദപ്രയോഗങ്ങൾ തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയിലും നമ്മുടെ പണ്ഡിതന്മാർ ഇത്തരം ശിർക്കുകൾക്കെതിരായി, ഖുറാഫാത്തുകൾക്കെതിരായി ഉപയോഗിച്ചു പോന്നിട്ടുള്ളത്. അതിന് സമാനമായി മലയാളത്തിൽ അവർ പല പ്രയോഗങ്ങൾ പ്രയോഗിച്ചു. ആ പ്രയോഗം നമ്മൾ നേരത്തെ കണ്ട 5 പദപ്രയോഗങ്ങൾ: സാധാരണ മാർഗം, അസാധാരണ മാർഗം, ദൃശ്യമാർഗം, അദൃശ്യമാർഗം, മറഞ്ഞ വഴി, തെളിഞ്ഞ വഴി, ഭൗതിക മാർഗം, അഭൗതികമായ മാർഗം, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായത്. അപ്പൊ ഈ പദങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നത് ഇവർ ഇസ്തിഗാസ ചെയ്യുകയും ഇത് ദുആ അല്ല, ഇബാദത്തല്ല, ശിർക്കല്ല എന്ന് അവർ അത് തെറ്റായി ന്യായം പറയുകയും ചെയ്തപ്പോഴാണ് അല്ല, നിങ്ങളെ ഇസ്തിഗാസ ഈ പറയപ്പെട്ട കാരണങ്ങൾക്കതീതമായ വിഷയത്തിലാണ്, കാരണങ്ങൾക്കതീതമായ മാർഗത്തിലാണ്, അഭൗതികമായ മാർഗത്തിലാണ്, അദൃശ്യമായ മാർഗത്തിലാണ്. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്ക് അത് കഴിയില്ല എന്ന് പറഞ്ഞ ആ തരത്തിലാണ്. അതേപോലെ അസ്ബാബുൽ മഅലൂമത്തുൽ മുഅ്തദ, പതിവായ അറിയപ്പെട്ട അസ്ബാബുകൾക്കപ്പുറത്താണ്, സമൂഹത്തിനപ്പുറത്താണ് എന്നുള്ള കാരണം നിർത്തിക്കൊണ്ട് ഇവിടെ ഈ സഹായാർത്ഥങ്ങളെല്ലാം പ്രാർത്ഥന തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ്, അത് ഇബാദത്ത് തന്നെയാണ് എന്ന് പഠിപ്പിക്കാൻ കേരളക്കരയിൽ, മലയാളത്തിൽ നമ്മുടെ പൂർവികരമായ പണ്ഡിതന്മാർ രംഗത്ത് വന്നത് ആ ഒരു തലത്തിൽ തന്നെയാണ്. പരപ്പനങ്ങാടി വാദപ്രതിവാദം എന്ന പേരിൽ 1950 കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിൽ നടത്താൻ തീരുമാനിച്ച് നടക്കാതെ പോയ ഒരു സംവാദമുണ്ട്. KJUവും അതേപോലെ സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമയും ഔദ്യോഗികമായി പരസ്പരം നടത്താൻ നിശ്ചയിച്ചതാണ്. KM മൗലവി റഹിമഹുള്ളയാണ് അന്ന് KJU പ്രസിഡന്റ്, MCC ആണ് അന്ന് KJU സെക്രട്ടറി. അങ്ങനെ KM മൗലവിയുടെ നിർദ്ദേശപ്രകാരം MCC മൗലവിയാണ് ഇതിൻ്റെ മുഴുവൻ എഴുത്തുകുത്തുകൾ നിർവഹിച്ചത്. അദ്ദേഹം എഴുതുകയും KM മൗലവി പരിശോധിക്കുകയും KM മൗലവി അംഗീകാരം കൊടുത്തുകൊണ്ട് പ്രത്യേകം അതിന് ഒരു മേലപ്പായി രേഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ പ്രസ്ഥാന നിലപാട് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 8 കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവസാനം സംവാദം നടക്കാതെ പോയി. പക്ഷെ ആ കത്തുകളും അതിലെ മറുപടികളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമെല്ലാം അതേപടി ക്രോഡീകരിച്ച് അന്നത്തെ ആ സംഭവത്തിന് കൺവീനറായിരുന്ന അവിടുത്തെ CP മമ്മൂക്കൈ സാഹിബ് അദ്ദേഹം അത് അച്ചടിച്ച് വിതരണം ചെയ്തു തീരുമാനപ്രകാരം. ആ പുസ്തകം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ വ്യത്യാസങ്ങൾ നമുക്ക്, ഈ പ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ സമസ്ത കക്ഷിയുടെ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തെ 36-ാമത്തെ പേജിൽ കാണാൻ കഴിയും നമുക്ക് മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന തേട്ടം. അവിടെ ചോദ്യം കാണാം, സുഖക്കേട് ബാധിച്ച ഒരാൾ ഇന്ന് മൊഹീദ്ദീൻ ഷെയ്ഖെ എൻ്റെ സുഖക്കേട് മാറ്റിത്തരണമേ എന്ന് ഷെയ്ഖാണെന്ന് മാത്രം വിശ്വസിച്ച് വിളിച്ച് സഹായം അപേക്ഷിക്കുന്നത് ശിർക്കാണോ, ഹറാമാണോ, കറാഹിയത്താണോ, ഹലാലാണോ, സുന്നത്തോ വാജിബോ, ദീനിലെ ഹുക്കം എന്താണ്? ഇതാ ചോദ്യം. മൊഹീദ്ദീൻ ഷെയ്ഖാണെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇലാഹാന്ന് വിശ്വസിക്കുന്നില്ല, സ്വയം കഴിവുണ്ട് വിശ്വസിക്കുന്നില്ല, ഷെയ്ഖാന്ന് മാത്രം വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ സഹായം തേടിയാൽ എന്താണ് ഹുക്മ് എന്ന ചോദ്യം. മറുപടി, മൊഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ സുഖക്കേട് മാറ്റിത്തരണമേ എന്ന ഒരു രോഗി ഷെയ്ഖിനെ ഷെയ്ഖാണെന്ന് മാത്രം വിശ്വസിച്ച്
മുഹീദ്ദീൻ ശൈഖ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഷിർക്കാകുന്നു, ഹറാമാകുന്നു, കുഫറാകുന്നു. എന്തുകൊണ്ടെന്നാൽ രോഗശമനത്തിൽ അള്ളാഹു നിശ്ചയിച്ചു തന്ന ചികിത്സാ മാർഗേണ അല്ലാതെ രോഗം സുഖപ്പെടുത്തുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക പ്രവൃത്തി മാത്രമാകുന്നു, മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. രോഗം സുഖപ്പെടുത്തുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ്, അത് മനുഷ്യന്റെ കഴിവല്ല. അതുകൊണ്ട് ആ കഴിവിനപ്പുറമുള്ളത് അല്ല നിശ്ചയിച്ച രോഗശമനത്തെ അല്ല നിശ്ചയിച്ച ചികിത്സാ മാർഗേണ അല്ലാത്ത വഴിയിൽ ആയതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ്. ശേഷം അടുത്ത പേജിൽ വീണ്ടും കാണാം. ഈ മറുപടി പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നു, സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിൻ്റെ ഗുണം സിഫത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. സൃഷ്ടികളുടെ കഴിവിൽ പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിൻ്റെ ഗുണമുണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. മനുഷ്യ കഴിവും പറഞ്ഞു, സൃഷ്ടി കഴിവും പറഞ്ഞു. ചില മനുഷ്യന്മാരെ കണ്ടെത്തിയത ഇപ്പൊ ചില മുജാഹിദീങ്ങൾ മനുഷ്യ കഴിവൊക്കെ മാറ്റി സൃഷ്ടി കഴിവ് എന്നാക്കിയിട്ടുണ്ട്, ജിന്നിനെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി എന്നാണ്. 1950 KJUവിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവിയും അന്നത്തെ സെക്രട്ടറി MCC മൗലവിയും കൂടി എഴുതിയ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഔദ്യോഗിക ആശയമായി പറഞ്ഞു കൊടുത്ത സമസ്തക്കാരുമായി സംവാദത്തിന് എഴുതി കൊടുത്ത രേഖയാണ്. ആ രേഖയാണ് പറഞ്ഞത്, സൃഷ്ടികളെ കഴിവിൽ പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സൃഷ്ടാവിൻ്റെ ഗുണം അഥവാ സിഫത്ത് ഉണ്ട് എന്ന് സങ്കല്പിക്കുകയാകുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അധികാരത്തിലും പ്രവർത്തികളിലും സൃഷ്ടികളെ പങ്കു ചേർക്കുകയാകുന്നു അവൻ ചെയ്യുന്നത്. ഇത് ശിർക്കും കുഫ്റും തന്നെയാകുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ധാരാളമായ ഗ്രന്ഥങ്ങളിൽ ഇതേ പ്രയോഗങ്ങൾ പ്രയോഗിച്ചത് കാണാൻ കഴിയും നമുക്ക്. വക്കം മൗലവി റഹിമഹുല്ല ഇതേ പദപ്രയോഗങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തി. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം അർത്ഥിക്കൂ എന്ന ആയത്ത് വെച്ചുകൊണ്ട് വക്കം മൗലവിയോട് ചോദ്യം വരികയാണ്. അങ്ങനെയാണെങ്കിൽ പരസ്പരം സഹായം ചോദിക്കുന്നുണ്ടല്ലോ, തമ്മിൽ ചോദിക്കുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ നിന്നോട് മാത്രമേ സഹായം തൊടൂ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥമുള്ളത്? എന്ന ആയത്ത് കൂടി ചേർത്ത് ചോദിക്കുന്നു. തമ്മിൽ സഹകരിക്കണമെന്ന് ഇവിടെ പറയുന്നു, അള്ളാഹുവിന്റെ സഹായം തേടാവൂ എന്ന് അപ്പുറത്തും പറയുന്നു. ഇത് എങ്ങനെ രണ്ടും കൂടി യോജിപ്പിക്കാൻ കഴിയും? വക്കം മൗലവിയുടെ പ്രതികരണമാണ്, അല്ലാഹു തആല അല്ലാതെ മറ്റാരെയും ഒന്നിനെയും ഇബാദത്തിന്റെ നിലയിൽ വണങ്ങരുത് എന്ന് അവൻ നമ്മോട് ശാസിച്ചിരിക്കുന്നു. എന്തെന്നാൽ അസ്ബാബുകളുടെ അഥവാ കാരണങ്ങളുടെ അപ്പുറത്തുള്ള അദൃശ്യമായ അല്ലെങ്കിൽ ദിവ്യമായ അധികാരശക്തി അവന് മാത്രമേയുള്ളൂ. കണ്ടോ, അസ്ബാബുകളുടെ അഥവാ കാരണങ്ങൾക്കപ്പുറത്തുള്ള അദൃശ്യമായ അല്ലെങ്കിൽ ദിവ്യമായ അധികാരശക്തി അവന് മാത്രമേ ഉള്ളൂ, അതിൽ മറ്റാർക്കും പങ്കില്ല. ഇതേ പ്രയോഗം അസ്ബാബുമായി ബന്ധപ്പെട്ട അതേ പ്രയോഗം വക്കം മൗലവി റഹിമഹുല്ല അവിടെ കൊണ്ടുവരുന്നു. KM മൗലവി റഹിമഹുല്ല അദ്ദുആ വൽ ഇബാദ എന്ന പുസ്തകത്തിൽ ഇതേ ആശയം നവവി ഇമാമിന്റെ ശറഹുൽ അർബഈനിലെ ആ വാചകത്തെ അതേപടി മലയാളത്തിലേക്ക് ആക്കിക്കൊണ്ടാണ് KM മൗലവി റഹിമഹുല്ല അവിടെ പ്രയോഗിച്ച പ്രയോഗം. അഥവാ സാധാരണയായി സൃഷ്ടികളെ കയ്യാൽ നടന്നു വരാറുള്ള കാര്യങ്ങളെ കൊണ്ട് സഹായിച്ച് രക്ഷപ്പെടുത്തുവാൻ എന്ന് വെച്ചാൽ സാധാരണയായ കാര്യകാരണ ബന്ധം അനുസരിച്ച് പടപ്പുകൾക്ക് കഴിവുള്ള വഴികളാൽ സഹായിച്ച് രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക. ഈ വിധത്തിൽ സൃഷ്ടിയോട് ഇസ്തിഗാസ ചെയ്യൽ ജായിസാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന വാസ്തവമാകുന്നു. ഇങ്ങനെ KM മൗലവി റഹിമഹുല്ല വിശദീകരിക്കുന്നു. ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരങ്ങൾ കാണാം. കണ്ണൂർ P അബ്ദുൽ ഖാദിർ മൗലവി ഇതേ ആശയം പ്രയോഗിച്ചത് കാണാം. സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് ഓരോന്നും വായിച്ച് നമ്മുടെ സമയം കളയുന്നില്ല. PK മൂസ മൗലവി റഹിമഹുല്ല അദ്ദേഹം അമാനി മൗലവിയുടെ കൂടെ തഫ്സീർ എഴുതാൻ കൂടിയ മഹാപണ്ഡിതനാണല്ലോ PK മൂസ മൗലവി റഹിമഹുല്ല. അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമായി തന്നെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വിശദാംശങ്ങൾ കാണാം. അതിന് അവസാനം അദ്ദേഹം പറഞ്ഞ വാചകം, അപ്പോൾ അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായി തീരുന്നു. കണ്ടോ, അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികൾക്ക്
ഗുണമോ ദോഷമോ വരുത്തി തീർക്കാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. തേടേണ്ട കാര്യമില്ല. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അതും ശിർക്കാണ് എന്ന് PK മൂസ മൗലവി റഹിമഹുല്ല വ്യക്തമായിരുന്നു. രണ്ടത്താണ് സെയ്ദ് മൗലവിയും ഇതേ പ്രയോഗം പ്രയോഗിച്ചത് കാണാം. അതേപോലെ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല, K ഉമർ മൗലവി റഹിമഹുല്ല, K കുഞ്ഞീദ് മൗലവി റഹിമഹുല്ല തുടങ്ങിയവരൊക്കെ വ്യക്തമായി ഇതേ പ്രയോഗങ്ങൾ തന്നെ പ്രയോഗിച്ചത് സ്ക്രീനിൽ കാണാം. നിങ്ങൾ സ്വസ്ഥമായി വായിച്ചു നോക്കുക. അഭൗതികമായ കഴിവ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ്, അദൃശ്യമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ. കുഞ്ഞീദ് മദനി അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിലും ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിലും ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗമാണ്. ഇത്തരം കഴിവുകൾ അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല. സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല, പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല. അല്ലാഹു തആലക്ക് മാത്രമേ ആ കഴിവുള്ളൂ എന്ന് കുഞ്ഞീദ് മദനി റഹിമഹുല്ല ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. AP അബ്ദുൽ ഖാദിർ മൗലവി അൽമനാളി കൈകാര്യം ചെയ്ത ചോദ്യങ്ങൾ മറുപടികൾ എന്ന ആ പംക്തി അത് പിന്നീട് പുസ്തകമാക്കി അതേ പേരിൽ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തില് ഒന്നാമത്തെ വാള്യത്തിൽ ഒന്നാമത്തെ ചോദ്യം ബിൽഖീസിന്റെ സിംഹാസനം എന്ന വിഷയമാണ്. ഒരു മുസ്ലിം ചോദിച്ചതാണ്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നിനോട് ചോദിച്ചുവല്ലോ, ആരാണ് ബിൽഖീസിന്റെ സിംഹാസനം കൊണ്ടുവരിക എന്ന്. എന്നാൽ നിങ്ങൾ പറയുന്നു അദൃശ്യ മാർഗത്തിൽ സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന്. അപ്പോൾ സുലൈമാൻ നബി ശിർക്ക് ചെയ്തോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് എന്താണ് സംഭവം എന്ന് AP അബ്ദുൽ ഖാദിർ മൗലവി റഹിമഹുല്ല വിശദീകരിച്ചു. ആയത്തുകൾ കൊടുത്തു, തഫ്സീറുകൾ നൽകി. എല്ലാം നൽകിയതിനു ശേഷം 8ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ്, എന്തുണ്ടിതിൽ ശിർക്ക്, എന്തുണ്ടിതിൽ ശിർക്ക്. എന്താ ശിർക്കുള്ളതാണ്? പ്രാർത്ഥന അല്ലാഹു അല്ലാത്തതാകുമ്പോഴാണല്ലോ ശിർക്കാവുക. അഭൗതികമായ മാർഗത്തിൽ കാര്യം സാധിച്ചു തരാനുള്ള ആവശ്യപ്പെടാണ് പ്രാർത്ഥന. അത് അല്ലാഹുവിന് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും ജിന്നിനോട് അദൃശ്യമാർഗത്തിൽ തേടിയിട്ടില്ല. മാത്രവുമല്ല അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇവിടെ ജിന്നിന്റെ കഴിവിൽപ്പെട്ട, ജിന്നിന്റെ കഴിവിന് ആസ്പദമായ കാര്യമാണ് ഇവിടെ സഹായത്തിനായി ഉപയോഗിച്ചത്. അഭൗതികതയുടെ പ്രശ്നമേ ഇല്ല, അഭൗതികതയുടെ പ്രശ്നമേ ഇല്ല എന്നുകൂടി അതേ മറുപടിയിൽ AP അബ്ദുൽ ഖാദിർ മൗലവി റഹിമഹുല്ല നൽകിയതായി കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇങ്ങനെ വളരെ വിശദമായി സമസ്തക്കാരുമായി തൗഹീദ് പഠിപ്പിക്കാൻ, അവരുടെ നിലപാട് തെറ്റാണെന്നും ശിർക്കാണ് എന്നും അത് ദുആ തന്നെയാണ് എന്നും പഠിപ്പിക്കുവാനായി നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചു പോകുന്ന പദപ്രയോഗങ്ങളാണ് ഈ പ്രയോഗങ്ങളൊക്കെ. അഥവാ സമസ്തന്റെ വാദം ചുരുക്കി പറഞ്ഞാൽ അഭൗതികമായ കഴിവ്, അസാധാരണമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമല്ല, അത് ഏത് സൃഷ്ടികൾക്കും ഉണ്ടാകാം. അംബിയാനുണ്ടാകും, ഔലിയാനുണ്ട്, ജിന്നുകൾക്കുണ്ട്, മലക്കുകൾക്കുണ്ട് എന്നാണ് സമസ്തക്കാരുടെ വാദം. ഏത് സൃഷ്ടിക്കും അദൃശ്യമായ കഴിവുണ്ട് എന്നാണ്. ധാരാളം പുസ്തകങ്ങളിൽ അവർ ആവർത്തിച്ച് എഴുതി കാണാം. പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ ഫത്വകൾ ഫതവ മുഹീസുന എന്ന പേര് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ കാണാം ഇത് എഴുതി വെച്ചത്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ അഖീദത്തുൽ സുന്നയിൽ ധാരാളമായി ഹെഡിങ് തന്നെ നൽകിക്കൊണ്ട് അദ്ദേഹം ഇത് വിശദീകരിച്ചത് കാണാൻ കഴിയും. എന്നു വേണ്ട, സമസ്തയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം തന്നെ അത് പ്രസംഗിക്കുന്ന ഒരു ഭാഗം കൂടി കേൾക്കാം നമുക്ക്. അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല നമ്മൾ സുന്നികൾ പറയണത്. അങ്ങനെ ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്. അള്ളാഹ് അറിയണതൊക്കെ അറിയണോ, പക്ഷെ അള്ളാഹ് അറിയണത് പോലെ അറിയുന്നല്ല. അള്ളാഹ് അറിയണ അള്ളാഹ്ക്ക് യാതൊരു നിലക്കുള്ള മാധ്യമങ്ങളിലേക്കും ആവശ്യമില്ല. കണ്ടോ, അള്ളാഹു അറിയുന്നതൊക്കെ അറിയും, പക്ഷെ അള്ളാഹു അറിയുന്ന പോലെ അറിയില്ല. ഇതാ വ്യത്യാസം. അള്ളാഹു തആല അറിയുന്ന എല്ലാം മഹാന്മാരും അറിയും. പിന്നെ എന്താ വ്യത്യാസം? അള്ളാഹ് അറിയുന്ന പോലെ അറിയില്ല. അതെന്താ? അള്ളാഹ്ക്ക് സ്വയം കഴിവുണ്ട്, ഇവർക്ക് സ്വയം കഴിവില്ല. ഇവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവാണ്. കൊടുത്ത കഴിവ് വെച്ചുകൊണ്ട് അള്ളാഹ് അറിയുന്ന ഏത് കാര്യവും അറിയാം എന്നാണ് സമസ്തന്റെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചത്. മാത്രവുമല്ല, അതുകൊണ്ടാണ് CM മടവൂര് മുദബ്ബിറുൽ ആലം ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും സമസ്തക്കാരന് ബേജാറൊന്നുമില്ല. കാരണം എന്താ? അള്ളാഹ് കഴിവ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ മതിയാണ്. അവസാനം CM പടച്ചോന പറഞ്ഞപ്പോഴോ അതിനും ശിർക്കൊന്നും പറയാൻ പറ്റൂല എന്നാ. പേരോട് മുസ്ലിയാർ ശിർക്കാന്ന് പറഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് അനുയായികൾ തന്നെ സോഷ്യൽ മീഡിയ ഇറങ്ങി, ഉസ്താദെ ശിർക്കാന്ന് പറയാൻ പറ്റൂല, കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് കൊടുത്ത കഴിവ് വിശ്വസിച്ചാൽ കുഴപ്പമില്ല എന്നല്ലേ. അപ്പൊ ലോകം പടക്കാനുള്ള കഴിവ് അല്ലാഹ് CMന് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂലല്ലോ എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് രംഗത്തിറങ്ങി. അവർ ന്യായം പറഞ്ഞു, ഇവർക്കൊക്കെ അബൗദികമായ കഴിവുണ്ട്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ
ഈ വിഷയത്തിലെ പുളിക്കൽ മുഖാമുഖത്തിലെ പ്രസംഗം അത് ധാരാളമായി കേട്ടതാണ്. ഒന്നുകൂടെ കേൾക്കാം നമുക്കത്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. ഇതാണ് ഇവിടെ അടിസ്ഥാനം. അള്ളാഹു മാത്രമൊന്നുമല്ല അഭൗതികമായി സഹായിക്കുക, അള്ളാഹ് മാത്രമൊന്നുമല്ല കാര്യകാല ബന്ധങ്ങൾക്ക് അധികമായി സഹായിക്കുക. ആരും സഹായിക്കും. തെളിവെന്താ? വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. മലക്കുകളും സഹായിക്കുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? അവിടെ മലക്കിന്റെ സഹായം അഭൗതികമാണ് എന്ന് അവർ കണ്ടെത്തി. അവിടെയാണ് ഈ പദപ്രയോഗങ്ങൾ നമ്മുടെ മുൻഗാമികൾ ഉപയോഗിച്ചത്. മലക്ക് സഹായിച്ചാലും അതേപോലെ ജിന്ന് സഹായിച്ചാലും ജിന്ന് ഉപദ്രവിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും അതൊന്നും അഭൗതികമായതല്ല, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായതല്ല. അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത വ്യവസ്ഥ എന്താണോ, കാരണങ്ങൾ എന്താണോ, ആ വ്യവസ്ഥ പ്രകാരം മാത്രമേ ജിന്നാവട്ടെ, മലക്കാവട്ടെ, മനുഷ്യരാവട്ടെ, മറ്റു ജീവികളാവട്ടെ, ഏത് സൃഷ്ടികളും പ്രവർത്തിക്കുന്നത് ഈ വ്യവസ്ഥ പ്രകാരം മാത്രമാണ്. കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമെന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥക്കെല്ലാം അപ്പുറത്ത്, സൃഷ്ടികളെല്ലാം വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ, അൽ അസ്ബാബുൽ മഅലൂമത്തുൽ മുഅ്താദ, സാധാരണയുള്ള കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ എന്നുള്ള പ്രയോഗങ്ങളാണ് അഹ്ലുസുന്ന എല്ലാ കാലത്തും പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാദങ്ങൾ തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. സമസ്തയുടെ വാദം അമ്പിയാക്കള്, ഔലിയാക്കള്, ജിന്നുകള്, മലക്കുകള് തുടങ്ങിയവയ്ക്കെല്ലാം അഭൗതികമായ കഴിവുണ്ട്, അഥവാ കാര്യകാല ബന്ധങ്ങൾക്കതീതമായ കഴിവുണ്ട് എന്ന് സമസ്ത വാദിച്ചു. അല്ല, അതിന് കഴിവില്ല. അത്രയും കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ആർക്കും ആ കഴിവില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനവും വാദിച്ചു. ഈ രണ്ട് വാദങ്ങൾ തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടിയത്. അവിടെ ഈ കാര്യങ്ങൾ വ്യക്തപ്പെടുത്താനാണ് ഇത്തരം പദപ്രയോഗങ്ങൾ സാധാരണം അസാധാരണം, ദൃശ്യം അദൃശ്യം, ഭൗതികം അഭൗതികം, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി എന്നൊക്കെ ഉപയോഗിച്ച പദപ്രയോഗങ്ങളെല്ലാം ഉദ്ദേശിച്ചത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതം, കാര്യകാല ബന്ധങ്ങൾ അപ്പുറം ഇപ്പുറം എന്ന അർത്ഥത്തിലാണ് ഈ പദപ്രയോഗങ്ങളെല്ലാം മുൻഗാമികൾ പ്രയോഗിച്ചത്. വ്യക്തമായിട്ട് നാം വിചാരിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.